ഹായ്. മറ്റൊരു ദിവസത്തെ യാത്ര കൂടി തുടങ്ങാൻ പോവാണ്. ഇന്ന് ഗോവയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും മുംബൈയിൽ എത്തില്ല. മുംബൈയിലേക്ക് ഇവിടുന്ന് 600 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. അപ്പോൾ മുംബൈയിലെത്തുന്ന 300 കിലോമീറ്റർ മുംബൈയിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും സത്താറയിലായിരിക്കും ഇന്ന് സ്റ്റേ ഉണ്ടാവുക. ഇതാണ് ഗോവയിൽ ഇന്നലെ എടുത്ത മുറി. ഇതാ കാണുന്ന മുറിയാണ്. ഇത് ഞങ്ങൾ മുമ്പ് ഒരട്ടം ഗോവയിൽ വന്നിരുന്നു. അന്ന് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി വന്നുകൊണ്ട് 3 ദിവസത്തെ സ്റ്റേ വന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ പാകത്തിലുള്ള മുറി തപ്പി കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മുറി തയ്യാറാക്കി തന്നത് ഇവിടെയുള്ളൊരു സുഹൃത്താണ്, സഞ്ജയ് എന്ന് പറയും. അദ്ദേഹം കോൾഗേറ്റിൻ്റെ കമ്പനിയിലെ സൂപ്പർവൈസറാണ്. അദ്ദേഹത്തെ ഇന്നലെ വിളിച്ചപ്പോൾ അദ്ദേഹം തന്നെയാണ് മുറി ശരിയാക്കി തന്നത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ വൈകിയാണ് എൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെ വ്ളോഗിങ്ങിലൊന്നും അദ്ദേഹത്തെ എടുക്കാൻ പറ്റില്ല. എങ്കിലും ഇവിടുന്ന് ഇറങ്ങാനായി. ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഇനി ബാഗൊക്കെ ബൈക്കിൽ വെച്ച് പാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു കുഞ്ഞു സംസ്ഥാനമായ ഗോവ നമ്മുടെ കേരളത്തിനോട് ഒട്ടേറെ സാമ്യത പുലർത്തുന്നൊരു നാടാണ്. ഇവിടുത്തെ ഭൂപ്രകൃതി മെയിനായിട്ട് തൊട്ടടുത്തുള്ള പാടങ്ങളും വാഴത്തോട്ടങ്ങളും ഈവൺ ഇവിടുത്തെ വീടുകൾ വരെ നമ്മുടെ കേരളത്തിലുള്ള വീടുകളാണ്. ആ ഓട് ബാക്കിയ കുറേ വീടുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലത്തെ കുറേ വീടുകൾ ഇവിടെ ഉണ്ട്. ഗോവയിലെ ഏതോ തിരക്ക് പിടിച്ച ടൗണിലെത്തിയിട്ടുണ്ട്. രാവിലത്തെ തിരക്കാണ്. മപ്പൂസ, സിറ്റിയുടെ പേര് മപ്പൂസ എന്നാണ്. ഒരു ബോർഡ് കണ്ടപ്പോൾ അതിന് വായിച്ചതാണ്. ഞങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മുമ്പ് ഹോട്ടലിൽ കയറിയിരുന്നു. പക്ഷെ അവിടെ ഒന്നും റെഡി ആയിട്ടില്ല എന്നവർ പറഞ്ഞു. ഇവിടെ ചായ ഇല്ല, കോഫിയൊന്നുമില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വേറെ ഒരു ചെറിയൊരു കുടിയിൽ പോലത്തെ ഒരു ഹോട്ടൽ കണ്ട്. ഇവിടെ ചായ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ചായ കുടിച്ചാലേ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. കയറി നോക്കട്ടെ. ഹലോ ഭയ്യ, ടീ ടീ ചായ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചായ സ്റ്റീലിൻ്റെ ചെറിയ പാത്രത്തിലാണ് തരുന്നത്. ഗ്ലാസ്സൊന്നും ഇല്ല. ചായ ഇപ്പം കയ്പുണ്ടല്ലോ. ഇതുവരെ നല്ല വില്ലേജിലൂടെയുള്ള യാത്രയായിരുന്നു. നല്ല പച്ചയായ ഗ്രാമങ്ങളുടെ ഉൾസ്ഥലങ്ങളിലൂടെയായിരുന്നു റോഡ് പോയിരുന്നത്. പക്ഷെ ആ സമയത്ത് ഷൂട്ടിങ്ങും ചെയ്യാൻ പറ്റില്ല, നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോണത് അമ്പുലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അമ്പുലിയിൽ നിന്ന് ബെൽഗോം, കോലാപ്പൂർ, സത്താറ വഴിയാണ് നമുക്ക് മുംബൈയിലോട്ട് പോകേണ്ടത്. അമ്പുലിയിൽ നല്ല ഫേമസ് ആയ വാട്ടർഫാൾസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാം നമുക്ക് അവിടെയൊക്കെ. അത് ഫോറസ്റ്റ് ഏരിയയാണ്, കുരങ്ങന്മാരൊക്കെ ഉണ്ട് ചുറ്റിലും.
ഇടതൂർന്ന മരങ്ങളുള്ള ഒരു കാട്ടിൻ നടുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർഫാൾസാണ് ഇത്, റോഡ് സൈഡിൽ തന്നെയുള്ള വാട്ടർഫാൾസാണ്. ഇവിടെ കുറേ കുരങ്ങന്മാർ കിട്ടുന്നുണ്ട്. മഴയ്ക്ക് തണുപ്പും പിടിച്ച് കൈ രണ്ട് കെട്ടി പിടിച്ചിരിക്കുകയാണ്. ഒരു വാട്ടർഫോളാണിത്. ഈ പോകുന്ന വഴി തന്നെയുള്ളൊരു വാട്ടർഫോളാണ്, റോഡിനോട് ചേർന്നിട്ടുള്ള. നല്ല ഹൈറ്റിലാണ് വെള്ളം വന്ന് വീഴുന്നത്. അടിപൊളി. ഇവിടെ കോട ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കോട മൂടി കിടക്കണം മുന്നിലേക്കുള്ള റോഡ്. അമ്പോലിയിലെ കോടമഞ്ഞ് മൂടിയ പാതയാണിത്. ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നല്ല കോടമഞ്ഞ് തന്നെയായിരുന്നു. നല്ല കോടമഞ്ഞ് വെച്ചാൽ കണ്ണ് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള കോടമഞ്ഞ്. ഒരു വാഹനം ഒരു 10 മീറ്റർ മുന്നിലെത്തുമ്പോഴേ അവിടെ നിന്ന് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയും കോടമഞ്ഞായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി സ്ഥലം. എത്രയോ വെള്ളച്ചാട്ടം, ഒരു 8-10 വെള്ളച്ചാട്ടം തന്നെ ഉണ്ടായിരുന്നു വലുത് ഭാഗത്തായിട്ട്, വലുതും ചെറുതായ. പിന്നെ ഒരു സൈഡിൽ ഫുള്ള് കൊക്കൻ്റെ ഭാഗത്തൊന്നും കാണാനേ പറ്റുന്നില്ല കോടമഞ്ഞ് മൂടിയുണ്ട്. നല്ല അടിപൊളി സ്ഥലം. ഏതായാലും ഇതുവഴി വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. റൈഡിങ്ങിൻ്റെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആയിട്ട് ഇന്നത്തെ ദിവസം മാറിയിട്ടുണ്ട്.
അത്ഭുതമാണ്. അമ്പുലി ഇത്രയും നല്ല സ്ഥലമാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളി റൈഡിങ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അമ്പുലി. നല്ല കോടമഞ്ഞൊക്കെ മൂടിയിട്ട് പിന്നെ ചുറ്റും വെള്ളച്ചാട്ടവും ഒരു ഭാഗത്ത് കൊക്ക, നല്ല അടിപൊളി സ്ഥലം. ഇവിടുത്തെ പോലീസിനൊന്ന് കൈയാട്ടിയതാണ്. ജസ്റ്റ് ബാഗൊക്കെ ഒന്ന് അമർത്തി നോക്കി എന്തൊക്കെ സാധനങ്ങളുണ്ട്. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അമ്പോലിയിൽ നിന്ന് അങ്ങോട്ട് വളരെ വിജനമായ ശാന്തമായ വഴിയാട്ടോ. വളരെ പീസ്ഫുള്ളായൊരു വഴിയാണ്. കാരണം ചുറ്റിനും നിറയെ പച്ചപ്പും പാടങ്ങളും ചെറിയ ചെറിയ കുളങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ മനസ്സ് മടുപ്പിക്കുന്ന കാഴ്ചകളൊന്നുമില്ല. വളരെ കൂളായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. റോഡ് മാത്രം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. റോഡുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിയും. പിന്നെ മഴക്കാലം ഇതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞായിരിക്കാം. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലത്തെ റോഡുകൾ ഇടയ്ക്ക് വരും, പിന്നെയും പൊട്ടിപ്പൊളിഞ്ഞ റോഡാവും. എന്നാലും യാത്ര വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെയുള്ള യാത്ര. ഗ്രാമപ്രദേശങ്ങളിൽ സഞ്ചരിക്കാനാണ് എപ്പോഴും താല്പര്യം. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഒരു രാജ്യത്തിൻ്റെ തുടിപ്പുകളുള്ളത് അവിടെയാണ്. പിള്ളേരവിടെ എന്തോ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ചോളം. വാങ്ങി വെക്കാം. कितना रुपया है? 20 है। एक दे दो. ആ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അവർ ചോളം പുഴുങ്ങിയിട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അതിൽ ഇനി മുളകും ഉപ്പൊക്കെ തേച്ച് തരും. അതാണ് പരിപാടി. അപ്പം നാം ക്യാ आज स्कूल नहीं? छुट्टी है? ഇതാണ് കുട്ടികൾ വെക്കുന്ന ചോളം. കഴിച്ചു നോക്കാം. അച്ഛാ കോൺ കോൺ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലായിണ്ടാവില്ല. ചോളത്തിന് എന്താ ഇന്ത്യയിൽ പറയാന്നുള്ളത് എനിക്കറിയില്ല. സ്വീറ്റ് കോൺ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്.
ഓക്കെ, ബൈ ബൈ ബ്രദേഴ്സ്. ഇവരുണ്ടാക്കിയ ചോളം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോളം കുറേ കടിച്ച് തിന്നാണ്ടാവും. ഇത് കടിക്കാനൊന്നുമില്ല, വായിലിട്ട് നാവുകൊണ്ട് അമർത്തിയാൽ തന്നെ അലിഞ്ഞു പോകും. അത്രയും വെന്തുണ്ട്, നന്നായിട്ട് വേവിച്ചേക്കണ്. പല്ലൊക്കെ ഒന്ന് തട്ടിയാൽ മതി, പൊടിഞ്ഞിങ്ങനെ ചപ്പി പോരും. എന്തായാലും സംഗതി സൂപ്പറായി. ഈ പോകുന്ന വഴി നല്ല സുന്ദരമായൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടില്ലേ. ഇത് കൊൽഹാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. കൊൽഹാപൂർ പോയിട്ട് വേണം നമുക്ക് മുംബൈയിലെത്താൻ. ഇന്ന് മിക്കവാറും കൊൽഹാപൂർ സ്റ്റേ ചെയ്യേണ്ടി വരും. കൂടുതൽ സമയം കിട്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു ടൗൺ നോക്കിയിട്ട് അവിടെ സ്റ്റേ അടിക്കാം. ഇനി ടെൻ്റ് അടിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ടെൻ്റ് ചെയ്യാനും ആഗ്രഹമുണ്ട്. നോക്കട്ടെ എന്തായാലും. ഈ സ്ഥലം എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. മൊത്തം പച്ചപ്പായിട്ട് കണ്ടില്ലേ. ഇവിടെ ചോളത്തിൻ്റെ കൃഷി ഇടയ്ക്കുണ്ട്. ഇത് ചോളത്തിൻ്റെ കൃഷിയുണ്ട്. പിന്നെ അവിടെ 3-4 കന്നുകാലികളെ മേച്ചിട്ട് ഒരു വൃദ്ധനും നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നാണ് കൂടുതലുള്ളത്. അദ്ദേഹത്തെ ഞാൻ കുറച്ച് നേരത്തെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദിവാകർ എന്നാണ്. അയാൾ ഇവിടെ ഇരിക്കുന്നത്, റോഡിൻ്റെ സൈഡിലുള്ള ഈ പുല്ലിലാരി ഇരിക്കുന്നത്. അയാൾ തൻ്റെ കന്നുകാലികളെ മേച്ച് ഇങ്ങനെ നോക്കി പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമപ്രദേശത്തെ സുന്ദരമായ നാട്ടുപാതകളിൽ നിന്ന് മാറിയിട്ട് വീണ്ടും ഹൈവേയിലെത്തിയിട്ടുണ്ട്. ഇതാണ് പൂനെ വഴി മുംബൈയിലേക്ക് നയിക്കുന്ന ഹൈവേ. മഴ വീണ്ടും തുള്ളിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. മഴ അങ്ങനെ പെയ്യും നിൽക്കും, പെയ്യും, ഇതാ വീണ്ടും തുടങ്ങി. അപ്പോൾ ഇന്നത്തെ യാത്രയും വിശേഷങ്ങളും അനുഭവങ്ങളും ഇവിടെ തീരുകയാണ്. ഇനി പുതിയ വിശേഷങ്ങളുമായി നാളെ നിങ്ങളുടെ മുന്നിലെത്തും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ യാത്രയും വിശേഷങ്ങളും അനുഭവങ്ങളും ഇവിടെ തീരുകയാണ്. ഇനി പുതിയ വിശേഷങ്ങളുമായി നാളെ നിങ്ങളുടെ മുന്നിലെത്തും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.